ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ അവർ വന്നിട്ട് ഇങ്ങനെ നോക്കി എന്നെ നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടിന് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം എനിക്കതാരാന്നൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല, ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ അവരുടെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു നോക്കിയപ്പോൾ ആ കൊച്ചപ്പുറത്തെ കട്ടിലേൽ അവിടുത്തെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ബിൻസി. താമരശ്ശേരി രൂപതയിൽ ആനക്കാമ്പോയിൽ സെൻറ്റ് മേരീസ് ഇടവങ്കയിൽ നിന്നാണ് ഞാനിവിടെ എത്തിയത്. 2022 ഒക്ടോബർ 21 ഓൺലൈനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം 22 അന്ന് എൻ്റെ വീട്ടിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുള്ളൊരു സമയമായിരുന്നു. ഞാൻ ബാംഗ്ലൂരുള്ള ഒരു വീട്ടു ജോലിക്ക് പോയി. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് മുൻപോട്ട് ജീവിക്കണമെന്ന് എനിക്കൊരു തരുമ്പ് പോലും ആഗ്രഹമില്ലാതിരുന്ന ഒരു സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്കൊരു ഫോൺ കിട്ടുകയും ആ ഫോണിൽ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്ക് കാണാനും എനിക്കിടയാവുന്നു. ആ ടോക്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളുമായിരുന്നു. പിന്നീട് ഓരോ നിമിഷവും എനിക്ക് പിന്നെ ആ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ആ തോന്നലിൽ നിന്ന് ഞാൻ മാറി മാറി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 22 കരഞ്ഞ് വല്ലാതെ കരഞ്ഞ് വിഷമിച്ച് കട്ടിലിൽ ഞാൻ കിടക്കുമായിരുന്നു. ആ സമയത്ത് ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, അന്നേരം ചോറൊന്നും ഉണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ അവർ വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടിന് നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പം എനിക്കതാരാന്നൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല, ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അവിടെ അവരുടെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ അവരായിരിക്കും എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റു നോക്കിയപ്പോൾ ആ കൊച്ചപ്പുറത്തെ കട്ടിലേൽ അവിടുത്തെ കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാരാന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓർത്തു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുമ്പം ഈ അൾത്താരയുടെ ആ ഭാഗത്ത് കാണുന്ന ആ നിറങ്ങൾ, ആ പിങ്ക്, റോസ്, പിന്നെ ഈ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തോട്ടുള്ള ആ ഗോൾഡൻ കളറ്, ഈ കളറുകളെല്ലാമാണ് അവരുടെ ചുറ്റും ഉണ്ടായിരുന്നത്. വളരെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു രൂപമായിരുന്നു. കുറേ നേരം അങ്ങനെ എന്നെ നോക്കി പുഞ്ചിരിച്ച് നിന്നിട്ട് അതും പിന്നെ അങ്ങ് മാഞ്ഞു പോയി. അപ്പം എനിക്ക് പിന്നീട് തോന്നി അത് അമ്മ മാതാവായിരിക്കുമോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. ഭയങ്കര നിരാശയിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഉടമ്പടി ധ്യാനം ഞാൻ ഒരു ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന് കുറേ ആയിട്ട് ഭയങ്കര വേദനയും നടുവിന് വേദന. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പോയി ഇഞ്ചക്ഷൻ എടുക്കണം. നടുവുമിന്നലുണ്ടാവും. കാലിൻ്റെ വലത് കാലിൻ്റെ തുടയിൽ വലിയൊരു നീര്, ഫയൽമാന്മാരുടെയൊക്കെ മസിൽ വീർത്ത് നിൽക്കുന്ന പോലെ ഒരു തുട മാത്രം വീർത്ത് നിൽക്കുമായിരുന്നു. പിന്നെ കാലിനൊരു ചട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ധ്യാനം എങ്ങനെ കൂടാം, ഞാൻ ആ നിൽക്കുന്ന വീട്ടിലൊരു കൊച്ചിനെ മാത്രം നോക്കാനുള്ളൂ. അപ്പം അതിൻ്റെ അപ്പനും അമ്മയും ജോലിക്ക് പോവും. അപ്പം ഞാൻ ആ സമയത്ത് ഈ യൂട്യൂബിലെ ഈ ധ്യാനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, സാക്ഷ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഈ ധ്യാനം കൂടി, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേസ്റ്റ് താഴെ കൊണ്ട് കളയാനുണ്ട്. ഞങ്ങൾ 5ാമത്തെ നിലയിലാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാലിൻ്റെ ചട്ടില്ലേ, എനിക്ക് ചട്ടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. കാലിങ്ങനെ ഒരു സ്പ്രിങ് തെറിക്കുന്ന പോലെ ഇങ്ങനെ തെറിക്കുമായിരുന്നു. അപ്പം ഇതിനു മുമ്പ് ഒത്തിരി ചികിത്സിച്ചതാണ് കാല്, നടുവിന് വേദനയ്ക്കൊക്കെ ഒരുപാട് ചികിത്സിച്ചാണ്. പക്ഷേ അതൊന്നും മാറി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അത് മാറുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നുമില്ല, അത് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുവാണ് എൻ്റെ കാലിൻ്റെ ഈ ചട്ട് പോയോ. അപ്പോൾ വേഗം ഞാൻ ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു ഓടി മുകളിൽ പോയി നോക്കി. എൻ്റെ കാലിൻ്റെ തുട നോക്കിയപ്പോൾ ആ നീര് അവിടെ കാണാനില്ല. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കാലിന് ആ നീര് വന്നിട്ടില്ല, എൻ്റെ കാലിന് ചട്ടില്ല, എനിക്ക് നടുവിന് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാറില്ല. എനിക്ക് വളരെ അപൂർവമായിട്ടെങ്ങാനും ഇടയ്ക്കൊരു വേദനയോ പ്രശ്നങ്ങളോ വന്നാലേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ എനിക്കില്ല. അതൊന്നാണ് എൻ്റെ സാക്ഷ്യം. ഇംഗ്ലീഷ് മെഡിസിന് കുറേ നോക്കി. അത് കൂടാതെ ആയുർവേദം വയനാട്ടിലൊരു ആദിവാസി അമ്മയുടെ അടുത്ത് പോയി അവർ തിരുമ്മി അങ്ങനെ ചികിത്സിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളകി, വീണ്ടും ബുദ്ധിമുട്ട് കൂടുതലായി. പിന്നെ കുറേ നാൾ ആയുർവേദം മരുന്നുകൾ പിന്നെ ഞങ്ങൾ കഴിച്ചു. പക്ഷേ ഇതിനൊന്നും മാറ്റം ഉണ്ടല്ല. അപ്പോൾ ഇനി ഇത് മാറുമല്ലെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ കാലിന് പൂർണ്ണമായിട്ട് എൻ്റെ കാലിന് മാറി. അതിനുശേഷം പിന്നീട് വന്നത് ഇവൻ്റെ പ്രശ്നമായിരുന്നു.
വീട്ടിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ നേരത്താണ് ഇവൻ്റെ +2 പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇയർ ഇവൻ പാസ്സായി, സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും കൊച്ച് ഫെയിലായി. വീട്ടിൽ അതുപോലത്തെ അസ്വസ്ഥതയായിരുന്നു. ഞാനും ഇല്ല വീട്ടിലെ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു അവിടെ. ആ സമയത്ത് കൊച്ച് ഫെയിലായി. അപ്പം ചുറ്റുമുള്ള ഒരുപാട് പരിഹസിച്ച് ഒത്തിരി വേദനിപ്പിച്ച് ചേട്ടായിനെയൊക്കെ വിളിച്ച് ഒരുപാട് പേര് കൂടി നിന്ന് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ശരിക്കും തലയുയർത്തി നടക്കാൻ മേലാത്ത പോലെ. മക്കൾക്കൊക്കെ പല കഴിവല്ലേ ഉണ്ടാവും, എല്ലാവർക്കും ഒരേ കഴിവില്ലല്ലോ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാനാകെ കരഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, അമ്മേ ഇവൻ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവനൊന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നല്ല കഴിവ് ഇവൻ അമ്മയൊന്ന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനോട് കൃപാസന മാതാവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാവുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരുള്ളത്, ഇവനോട് ഫോണിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ ഒരു ചിത്രം വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അവനപ്പം തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടു. ഞാനത് അന്നേരം സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇവനോട് പറഞ്ഞു, ഇനി നീ ഒന്നും പേടിക്കണ്ട, ഇനി അമ്മ നിൻ്റെ കാര്യം നോക്കിക്കോളൂ എന്ന് ഇവനോട് പറഞ്ഞു. ഇവനതന്നേരം വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ പിന്നീട് ഞാൻ കണ്ടത് അത്ഭുതമാണ്. അവൻ വരച്ച ഒരു ചിത്രമാണ് ഇതേപോലെ ആരുടെ ചിത്രം വരച്ചു കൊടുത്താൽ, മനുഷ്യരുടെ ആരുടെ പലരുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ കൊടുത്താൽ അവരൊന്നിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ചെറിയ വരുമാനം അവന് കിട്ടുന്നുണ്ട്. എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആരും പഠിപ്പിച്ചതല്ല, ഒരിടത്തും പോയി ഒരു കോഴ്സും ഇവൻ പഠിച്ചിട്ടില്ല, ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് ആരും അവനെ കാണിച്ചു കൊടുത്തില്ല. പക്ഷേ ഇന്ന് അവനിങ്ങനെ ചെയ്യുന്നു. അതെന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു ഒന്ന്. പിന്നെ 2023 സെപ്റ്റംബർ മാസം 12-ാം തീയതി ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടുവേലയ്ക്കൊക്കെ പോകുമ്പം കുറേ പേരൊക്കെ പരിഹസിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞു, നീ ഇങ്ങനെ നിൻ്റെ വൈഫിനെ പണിക്ക് വിടാതെ ഒരു മുറുക്കാൻകടയൊക്കെ ഇട്ട് ആ വീട്ടിൽ അങ്ങനെ നിർത്തുക, വീടിന് മുമ്പിലൊരു മുറുക്കാൻകട ഇട്ടാൽ മതി, മക്കളെ പോറ്റാൻ അത് മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇന്നത്തെ കാലത്ത് ഒരു മുറുക്കാൻകടയും കൊണ്ട് ഒരു കുടുംബം മുമ്പോട്ട് പോകും. ഡിഗ്രി പഠിക്കുന്ന കൊച്ച്, ഇവൻ +2കാരന്, അതിനും ചെറിയൊരു കൊച്ച്, പ്രായമായ കാരണന്മാർ, എല്ലാവരെയും കൂടെ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് അന്ന് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുന്ന പണിക്കൂലിയും എനിക്ക് എങ്ങ് എത്തുകയില്ലായിരുന്നു. കടമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും വയ്യാതെ 2 വർഷത്തോളം വീട്ടിലിരുന്ന സമയമായിരുന്നു. അപ്പം ഒന്നുകൊണ്ടും തികയാത്തൊരു സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അന്നത്തെ ആ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ്, ഒരു മുറുക്കാൻകട ഇട്ടാൽ 3 കുഞ്ഞുങ്ങളെ നമുക്ക് പോറ്റാൻ പറ്റുമെന്ന്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അച്ഛനോട് ആരും വന്ന് പറഞ്ഞല്ല, പക്ഷേ അച്ഛൻ ഈ ആൾക്കാരിൽ നിന്ന് അത് പറയുകയാണ്. എനിക്ക് അപ്പം തന്നെ എനിക്ക് എൻ്റെ വിശ്വാസം കൂടി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് 30,000 രൂപ എനിക്ക് കൂലി കിട്ടണം. എൻ്റെ അമ്മച്ചി അന്ന് വീണായിരുന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ. അമ്മച്ചി ഒന്ന് വീണായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ശരിക്കും ഞാൻ അമ്മച്ചിയെ നോക്കേണ്ടതാണ്. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരു കാരണവശാലും അമ്മച്ചിയെ പോയി നോക്കാൻ പറ്റത്തില്ല, ചേട്ടായിയാണ് അമ്മച്ചിയെ നോക്കുന്നത്. അപ്പം ഈ അമ്മച്ചിയുടെ പ്രായമുള്ള ഒരു അമ്മേനെ എനിക്ക് തന്നേരം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പിന്നെ എനിക്ക് എന്നും പള്ളിയിൽ പോകാനും പറ്റണം. എനിക്ക് 3 നിയോഗം ഒന്ന് സഹായിച്ചു തരണേന്ന് അന്നത്തെ ഉടമ്പടി ആരാധനയിൽ ഞാൻ ഈ അച്ഛൻ ആരാധന മധ്യേ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. അതിൻ്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്, പക്ഷേ അവരാരും നിങ്ങളെ സഹായിക്കത്തില്ല. ഒരാളെ എടുത്തുകൊണ്ട് ഓടിയാൽ എത്ര വേഗത്തിൽ ഓടിയാൽ അവർ സ്പീഡിലാകും, അതുപോലെ അവരുടെ ജീവിതം മാറാൻ പോകാന്നുള്ള ഒരു സന്ദേശം അച്ഛൻ അന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ധ്യാനം കൂടി എഴുന്നേറ്റു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പണിക്ക് നിൽക്കുകയാണ്. അന്നേരം പറഞ്ഞു, നീ ഇന്നടുത്തേക്ക് വാ. അപ്പോൾ ആദ്യം എനിക്ക് ബന്ധുക്കളായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടിയായിരുന്നു. പക്ഷേ അവളോട് അവൾ ഒഴിവായി പോടാന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ആദ്യം നീ എനിക്ക് 30,000 രൂപ എന്നാലേ ഞാൻ വരുവുള്ളൂ. എന്നാലും നീ 30 പറഞ്ഞാലും ഞാൻ തരും എന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ അന്നത്തെ നിയോഗത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. 30,000 രൂപ അവരെ എനിക്ക് അന്നേരം കൂലി തന്നു. പ്രായമായ എൻ്റെ അമ്മച്ചിയുടെ അതേ പ്രായമുള്ള ഒരു അമ്മച്ചീനെ എനിക്ക് നോക്കിയാൽ മതി, എന്നും എനിക്ക് പള്ളിയിൽ പോകാം, പ്രാർത്ഥനയ്ക്കൊന്നും ഒരു തടസ്സമില്ല, നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി. അത്രയും അത് നമ്മൾ ചോദിച്ചാൽ അമ്മ അതേപടി നമ്മുടെ മുമ്പിൽ തരാണ്. പിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ ഒറ്റപ്പെട്ട് എല്ലാ തരത്തിലും ഒരുപാട് വേദനിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോഴും ചുറ്റുവട്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷമമില്ല, ബുദ്ധിമുട്ടില്ല. വീട്ടിലേക്ക് ഇപ്പോൾ ആരും വഴക്കിന് വരാറില്ല. ഞാൻ വീടിന് ചുറ്റും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദിവസവും വല്ലപ്പോഴും നമുക്കൊന്ന് വീട്ടിൽ പോകാൻ പറ്റുക, പോയിട്ട് ഇറങ്ങുമ്പം വീടിന് ചുറ്റും ഉപ്പിട്ട് അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ആ വീട്ടിലെ ബഹളങ്ങളില്ല, വീട് മൊത്തം ശാന്തം, ഇത്രയും സമാധാനമായിട്ട് വളരെ മനോഹരമായിട്ട് ആ വീട് മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇവന് ആസ്മയായിരുന്നു മോന്.
ഇപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ പിന്നെ 2 നേരം ഇൻഹേലർ വലിക്കണം. ഇൻഹേലർ വലിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഗുളികകൾ വേറെ കഴിക്കണം. എന്നാലും കൊച്ചിന് നിൽക്കാൻ പറ്റില്ല. ചാച്ചന് വീടിയും പുകലയൊക്കെ വേണം. അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വഴക്ക് വീട്ടിൽ വേറെ. ഇത് ഇവന് ഈ ബുദ്ധിമുട്ട് കൂടി കഴിയുമ്പോൾ ഇവന് അരിശം വരും. അരിശം വന്ന് ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും മൂക്കിൽ കൂടെ വരെ ബ്ലഡ് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുമായിരുന്നു. ഇപ്പം അവൻ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. വല്ലാതെ പൊടി കൂടിയാൽ ചിലപ്പോൾ ഒക്കെ ഒരു ജലദോഷത്തിന് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നല്ലാതെ മറ്റേ ആദ്യത്തേതുപോലുള്ള ഒരു ബുദ്ധിമുട്ടുകളും അവനിപ്പോൾ ഇല്ല. പിന്നെ എനിക്ക് ഈ ചുറ്റുവട്ടത്ത് എല്ലാവരും നല്ല മനുഷ്യരാണ്. ഒത്തിരി നന്മ ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യരായിരുന്നു. പക്ഷേ അവർ നമ്മളുടെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ അവിടെ എല്ലാവർക്കും ആരെന്നോട് എന്ത് സഹായം പറഞ്ഞാലും എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇട്ടിട്ട് ആരെന്നെ കാര്യം പറഞ്ഞാലും ഞാനത് ചെയ്യാനായിട്ട് ഓടിപ്പോകും. കൂലിക്കല്ല, എന്ത് കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെല്ലാം കൂടി എനിക്കിട്ട് എതിരെ തിരിഞ്ഞു എന്ന് വന്നപ്പോൾ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല, നീ വചനത്തിൽ കൂടെ എന്നോടൊന്ന് സംസാരിക്കാവോ, അമ്മ എന്നോടൊന്ന് പറയാവോ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 1 കോരിന്തോസ് 8:2 എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അതോടുകൂടി എനിക്ക് എല്ലാവരോടും ഉള്ള ദേഷ്യവും വിഷമമൊക്കെ അവിടെ മാഞ്ഞു പോയി. കാരണം അവർ സത്യം അറിയാതെയാണ് ഈ കാര്യങ്ങൾക്ക് മുഴുവനും നമ്മളെ ഈ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത് എനിക്ക് ബോധ്യമായപ്പം എനിക്കിപ്പോൾ ആരോടും ഒരു വിഷമവും ഇല്ല. അതേപോലെ കാരണവന്മാരാണേലും കൊച്ചുങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവരെന്ത് കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കൊച്ചുങ്ങൾക്ക് വളരെയേറെ വേദനകളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഞാനും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുത്ത തൊട്ടുടനെ എനിക്കൊരു ധ്യാനം കൂടാൻ പറ്റി. ആ ധ്യാനത്തിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ഒരു കുറഞ്ഞ ഭാഗം ധ്യാനത്തിൻ്റെ ലാസ്റ്റ് സമയത്ത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. എനിക്ക് അവരോട് ദേഷ്യപ്പെടാനുള്ള ഒരു യോഗ്യതയില്ല. അമ്മ പുൽത്തൊട്ടിയിലിരുന്ന ഉണ്ണീനെ കുരിശ് വരെ പുറകെ നടന്ന് ആ മകൻ അനുഭവിച്ച എല്ലാ പാടുപീടുകളും കണ്ട അമ്മ ഒരിക്കൽ പോലും അവരോടാരോടും ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ ഒരിടത്തും വായിച്ചില്ല. ആ അമ്മയുടെ മുമ്പിലും മാധ്യസ്ഥം യാചിക്കുന്ന എനിക്ക് അവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത്? അതോടുകൂടി എന്നെ വിഷമിപ്പിക്കുന്ന ആ ഓരോരുത്തരോടും ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് എനിക്ക് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും എനിക്കിന്ന് പറ്റുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാമ്പത്തികമായിട്ട് ഏറ്റവും കുറഞ്ഞ ഇതിലാണ്. പ്രായമായ കാരണവന്മാരാണ്. അപ്പോൾ ചേട്ടായിക്ക് അവരെ ഇട്ടിട്ട് ദൂരോട്ട് പോകാൻ പറ്റത്തില്ല. ഇവൻ്റെ ഇളയ കൊച്ച് 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടുമായിട്ടും അമ്മച്ചിയാണേലും ചേട്ടായി എപ്പോഴും അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ദൂരോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വരുമാനം കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ അവരുടെ ഇല്ലായ്മകൾ പറയാനോ അല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി തരാനോ അമ്മ മാതാവ് അതിന് അവസരം ഒരുക്കി തരാറുണ്ട്. ആ കാണുന്ന നേരത്തെ എൻ്റെ കയ്യിലുള്ളത് അതേപടി എടുത്തു കൊടുത്ത് അവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്ന സഹായം. അതുപോലെ ഒരു ധ്യാന കേന്ദ്രത്തിലാണോ മാസം ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരു ചെറിയ പൈസ അതെനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പത്രമാണേലും എല്ലായിടത്തും ജാതി മതം നോക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസത്തെയും ഡെയിലി ബ്രെഡ് ഞാൻ സ്റ്റാറ്റസ് ഇടും. എനിക്ക് പറ്റുന്നിടത്തോളം പേർക്ക് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഉടമ്പടി ധ്യാനം അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ധ്യാനം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ധ്യാനവും എനിക്ക് കൃത്യമായിട്ട് കൂടാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇനിയും വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റ് ചങ്കുപൊട്ടുന്ന വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്മ മാതാവ് അതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് തരുന്ന ഓരോ വേദനകളും തമ്പുരാൻ അറിയാതെയല്ല. തമ്പുരാൻ നമുക്ക് തന്നത്, സൃഷ്ടിച്ച തമ്പുരാൻ അറിയത്തില്ലേ നമുക്ക് വേദനയുണ്ടെന്ന്. അതെനിക്കിന്ന് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.